dear friends, welcome back to Spanish with Lali. Hope you all are doing well. Let's get started today's lesson. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 വെർബുകളാണ്, 3 വെർബ്സാണ് പഠിക്കാൻ പോകുന്നത്. ഗുസ്താർ, എൻകന്താർ, അമാർ. ഗുസ്താർ, എൻകന്താർ, അമാർ. 3ഉം AR എൻഡ് ചെയ്യുന്ന വെർബ്സാണ്, ബേസിക് വെർബാണ്. അപ്പോൾ നമ്മൾ ഗുസ്താർ നോക്കാം. ഗുസ്താറിൻ്റെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആവും. ഗുസ്താർ എന്താണ്? ഗുസ്താറിൻ്റെ മീനിങ് ടു ലൈക്ക്. ടു ലൈക്ക്. എൻകന്താറിൻ്റെ മീനിങ് എന്താണ്? അത് ടു ലവ്, അല്ലെങ്കിൽ റിയലി ലൈക്ക്. അത് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ഫീലിംഗ് ആണ്. ഗുസ്താറിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ഫീലിംഗ് ആണ് എൻകന്താർ ഉപയോഗിക്കുമ്പോൾ. ബേസിക്കലി ടു ലവ്, അല്ലെങ്കിൽ എൻകന്താർ എന്ന് പറഞ്ഞാൽ ടു ലവ് ഓർ റിയലി ലൈക്ക്. ഞാൻ വേറൊരു വെർബും കൊടുത്തത് അമാർ, അതും ടു ലവ് ആണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? എന്താണ്? എൻകന്താർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വസ്തുവിനെ ലവ് ചെയ്യുന്നതിനാണ്. ഒരു റൊമാൻറ്റിക് ലവിലാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അമാറാണ്. അപ്പം നോക്കാം നമുക്ക്. ഗുസ്താർ ജസ്റ്റ് ടു ലൈക്ക്. Me gusta tu camisa. Me gusta tu camisa. Me എന്ന് പറഞ്ഞാൽ ഒരു ഫോർ മീ ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. അപ്പോൾ ഫോർ മീ ആണ് മേ ഗുസ്ത. ഐ ലൈക്ക് തു യുവർ കമീസ ഷർട്ട്. ഐ ലൈക്ക് യുവർ ഷർട്ട്. അത് നമ്മൾക്ക് എൻകന്താർ ഉപയോഗിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാം? മേ ഗുസ്ത മാറ്റിയിട്ട് നമ്മൾ എന്ത് പറയാം? മേ എൻകാന്ത തു കമീസ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നിൻ്റെ കമീസ്, അതിൽ നിൻ്റെ ഔട്ട്ഫിറ്റ്, നിൻ്റെ ഷർട്ട് റിയലി ലൈക്ക് ചെയ്യുന്നതാണ്. ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്നുണ്ടെന്നാണ്. ഗുസ്ത എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് ഇറ്റ്, ഒരു സാധാരണ ലൈക്ക്, അതിനകത്തിൻ്റെ സ്ട്രോങ്ങർ ഫീലിംഗ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഗുസ്തായ്ക്ക് വരാൻ എൻകന്താവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീപ്പിലേക്ക് പോകും. ദാറ്റ്സ് ആ ഡിഫറൻസ്. അപ്പോൾ രണ്ടും ഒരു ലൈക്കും ലവിൻ്റെ മീനിങ് ഉള്ളതാണ്. ഇപ്പം ഞാൻ പറയാണ് മേ ഗൂസ്ത എൽ കഫേ. മേ ഗൂസ്ത എൽ കഫേ. എൽ കഫേ എന്ന് പറഞ്ഞാൽ ദി കോഫി. എൽ കഫേ ഒരു മസ്കുലൈൻ നൗൺ ആയതുകൊണ്ട് നമ്മൾ എൽ അതിൻ്റെ മുൻപിലായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ മേ ഗൂസ്ത എൽ കഫേ എന്ന് പറഞ്ഞാൽ ഞാൻ കോഫി ഇഷ്ടപ്പെടുന്നു. അപ്പം നമ്മൾ എൻകന്താറാണ് അവിടെ യൂസ് ചെയ്യണമെങ്കിലോ മേ എൻകന്ത എൽ കഫേ എന്ന് പറഞ്ഞാൽ എനിക്ക് കോഫിയോട് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. എനിക്ക് റിയലി ലൈക്ക് ചെയ്യുന്നുണ്ട്. ലവ് ദ കോഫി. അടുത്തൊരു ഉദാഹരണം മേ ഗുസ്ത നദാർ. നദാർ എന്ന് പറഞ്ഞാൽ സ്വിം, നീന്തുന്നത്. എനിക്ക് നീന്താനായിട്ട് ഐ ലൈക്ക്. അപ്പോൾ ഈ മേ ചേർത്ത് എന്താ? ഫോർ മീ. ഇതെല്ലാം ഇത് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ് ഫോർ മീക്കുള്ളത്. അപ്പം മേ ഗുസ്ത നദാർ, ഐ ലൈക്ക് സ്വിമ്മിങ്. അവിടെ എൻകന്താർ ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? മേ എൻകന്ത നദാർ. അപ്പം ഞാൻ ചോദിക്കുവാണ് ഡു യു ലൈക്ക് ടു സ്വിം എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ടുൻ്റെ എടുക്കണം. ഞാനിവിടെ എൻ്റെ എടുത്തുകൊണ്ടാണ് മേ വന്നത്. അപ്പോൾ തു, യു, ഇൻഫോർമലിൻ്റെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്താണ് എടുക്കേണ്ടത്? അവിടെ തൂവിന് പകരം തേ ആയി മാറും. തേ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രൊനൗൺ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഡു യു ലൈക്ക് ടു സ്വിം. അപ്പം ഈ മേ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ തെഗൂസ്താൻ നദാർ എന്ന് ചോദിക്കും. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ് കൂടെയാണ്. തെഗൂസ്താൻ നദാർ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് സെൻറ്റൻസ് അല്ല, അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കണം. അപ്പം നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുന്നത് ഡു യു ലൈക്ക് എന്നൊന്നും വേണ്ട. നമ്മൾ അത് നമ്മുടെ ബോഡി ലാംഗ്വേജ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം ഒരു ക്വസ്റ്റ്യനായിട്ട്.
അതെങ്ങനെയാണ്? തെഗുസ്ത നദാർ, ഡു യു ലൈക്ക് സ്വിം? മനസ്സിലായോ? അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. അപ്പോൾ ആ മേ ആയിട്ട് നമ്മൾ തെഗൂസ. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആരാണ് സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അതനുസരിച്ച് നമ്മളിവിടെ ഈ ഫ്രണ്ട് അതോട് കൊടുക്കണം. അപ്പം ഞാൻ പറയുവാണ്, വി ലൈക്ക് ടു സ്വിമ്മിങ് എന്ന് പറയുമ്പം ഇവിടെ മേയും അല്ല തേയും അല്ല, വിയുടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രോനൗൺ എടുക്കണം. അത് നോസ് ആണ്, NOS എന്ന് പറയും. അപ്പോൾ നമുക്ക് ചോദിക്കാം നോസ് ഗുസ്ത നദാർ. അപ്പോൾ ഈ സബ്ജക്റ്റ് അനുസരിച്ച് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാറിയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം മേയാണ് കൊടുത്തിരിക്കുന്നത്. മേ ഗുസ്താസ്. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ ഒരു അടുത്ത് നിൽക്കുന്ന പറയുക മേ ഗുസ്താസ് എന്ന് ചോദിച്ചാൽ മേ ഫോർ മീ. കുസ്ത എല്ലാം കൊടുത്തേക്കണം. അവിടെ കുസ്താസ് ഒരു എസ് ഇട്ടിട്ട് ഒരു എസ് ആഡ് ചെയ്ത്, അപ്പം അത് തൂവിനെ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം ഈ ഇതിൻ്റെ ആൻസർ, അതിൻ്റെ മീനിങ് ഞാൻ പറയുവാണ്, മേ ഗുസ്താസ് എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് യു. അവിടെ യു എന്നുള്ള തൂ അവിടെ കൊടുത്തിട്ടില്ല. അത് അണ്ടർസ്റ്റാൻഡ് ആണ്, ബിക്കോസ് നമ്മളവിടെ യെസ് ചേർത്തപ്പോൾ എപ്പോഴും തൂ അതിനോട് ആണത് സിങ്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പം മേ ഗുസ്താസ് എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് യു. അപ്പം മെഗുസ്താസ് എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് യു എന്നാണ്. അപ്പം ഞാൻ പറയുകയാണ് ഇവിടെ ഐക്ക് പകരം ഹീ ലൈക്ക് യു എന്നാണെങ്കിലോ, അപ്പോൾ ഈ മേ മാറിയിട്ട് ഹീയുടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ വരും. അപ്പം ലെഗുസ്താസ് എന്ന് പറയും. ഈ മേ മാറിയിട്ട് അവിടെ ലേ ഗുസ്താസ് എന്ന് വരും. അപ്പം ഹീ ലൈക്സ് യു. ഇനി വി ലൈക്ക് യു എന്നാണെങ്കിലോ, ലേയും അല്ല മേയും അല്ല, നോസ് ഗുസ്താസ് എന്ന് പറയും. അപ്പം അത് നമ്മുടെ സബ്ജക്റ്റ് പ്രോനൗൺ അനുസരിച്ച് ഇവിടുത്തെ ഒബ്ജക്റ്റ് പ്രോനൗൺ മാറി വരും. ഇനിയിപ്പോൾ ഞാൻ പറയുവാണ്, മെ ഗുസ്താറിയ സബേർ, മെ ഗുസ്താറിയ ഐ വുഡ് ലൈക്ക്. കാരണം റിയ വന്നപ്പോഴത്തേക്ക് എന്ത് മാറി? ഐ വുഡ് ലൈക്ക് ടു നോ. സബേർ മീൻസ് ടു നോ. ഐ വുഡ് ലൈക്ക് ടു നോ. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ദോസ് ഷൂസ് എനിക്ക് ഇഷ്ടമാണ്. ദോസ് ഷൂസ്. മേ ഗുസ്താൻ എസ്തോസ് സപ്പാത്തോസ്. ഇവിടെ ഗുസ്താൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ സപ്പാട്ടോസ് എന്ന് പറഞ്ഞാൽ ഷൂസാണ്. അത് പ്ലൂറലായതുകൊണ്ട് ഈ ഗുസ്താനും ഈ കൂടെ പ്ലൂറലാക്കണം. മനസ്സിലായി? മേ ചേഞ്ച് ആണ്. മേ എപ്പോഴും ഫോർ മീ ആണ്. അപ്പോൾ മേ ഗുസ്താൻ എസ്തോസ് സപ്പാത്തോസ്. അതുപോലെ തന്നെ എൻകന്താറാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഗുസ്തായ്ക്ക് പകരം എൻകന്ത, എൻകന്ത, എൻകന്താസ്, എൻകന്താറിയ അങ്ങനെ മാറ്റിയെടുക്കാം. എൻകന്ത അങ്ങനെ. ഇത് എൻകന്താറാണ് ഉപയോഗിക്കണമെങ്കിൽ അതനുസരിച്ച് മാറാം. ഇനി മൂന്നാമത്തെ ഒരു വെർബാണ് അമാർ. ടു ലവ്. അമാർ. അമാർ അല്ലെങ്കിൽ കെറേർ, ഇത് രണ്ടും ടു ലവ് ആണ്. അപ്പോൾ എങ്ങനെ? ഇപ്പം ഞാൻ പറയാണ്, ഐ ലവ് യു എ ലോട്ട്. അതൊരു റൊമാൻറ്റിക്കലെ ലവ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ തേ ഒബ്ജക്റ്റ് പ്രോനൗൺ, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രോനൗൺ റെപ്രസെൻ്റ് ചെയ്യാനാണ് യു ആണ്. അപ്പോൾ തേ ആമോ മൂച്ചോ. അമാർ മാറി, അമാറിൽ നിന്നാണ് ആമോ. ഐ ലവ് എന്നുള്ളതാണ് അമോ. ആരെ? യു. തേ. അപ്പം തേ ആദ്യം എടുക്കാം. തേ ആമോ മൂച്ചോ. നമ്മൾ ഈ പിള്ളേരുടെ അടുത്തൊക്കെ പേരൻസോ അപ്പനമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും കേൾക്കാം, തേ ആമോ മൂച്ചോ, te quiero mucho. quiero എന്നാക്കണേ കെറേർ നിന്നാണ്. quiero mucho. QUERO. quiero. quiero. I will have to check this again. Okay. Te quiero mucho. Te amo mucho. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ് ഇത്. ഇപ്പം ഞാൻ പറയാം, എനിക്ക് അവനെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ലെ ആമോ മൂച്ചോ. ആമോ ഐ ലവ്. ആരെ? ലെ, ഹിം അല്ലെങ്കിൽ ഹെർ. തേ എന്ന് പറയുമ്പോൾ യു ഇൻഫോർമൽ. യു ഫോർമൽ ആണെങ്കിലോ ഇല്ലേ തന്നെയാണ്. ലെ ആമോ മൂച്ചോ. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ നിങ്ങൾ പഠിച്ചത് 3 വെർബ്സാണ്. എന്തൊക്കെയാണ്? ഗുസ്താർ, എൻകന്താർ, അമാർ. ടു ലവ്, ടു ലൈക്ക്, ഗുസ്താർ.
ടു ലവ്, എൻകന്താർ. റൊമാൻറ്റിക് ലവ് ആണെങ്കിൽ അമാർ, ടു ലവ്. അപ്പോൾ ഈ മൂന്നിൻ്റെ ഒരു വ്യത്യാസം പഠിച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ജമേ ബോയ്, അല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണുന്നതുവരെ അദിയോസ്, ഹasta luego, ബൈ.